DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പോലീസ് യോഗം ഇന്ന് കോഴിക്കോട് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. വടകരയിലെ രാഷ്ട്രീയ സാഹചര്യവും പ്രത്യേക യോഗം വിലയിരുത്തുമെന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർമ്മണം റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് നിന്ന് ദീപക് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം. യഥാർത്ഥത്തിൽ കോഴിക്കോട് മഴയുടെ അവസ്ഥ എന്താണ്? അത് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് യോഗത്തെക്കുറിച്ച്. SKN മഴ ഇപ്പോഴില്ല, പക്ഷേ മാനം മേഘാവൃതമാണ്. മഴ പെയ്യാൻ പ്രത്യേകിച്ച് ഇപ്പോൾ PCR കൊച്ചിയിൽ കനത്ത മഴയാണെന്ന് പറഞ്ഞ സമയത്ത് കോഴിക്കോട് മഴയില്ല. SKN ഇന്നലെയും മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ മാനം തെളിഞ്ഞല്ല നിൽക്കുന്നത്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. SKN വാർത്തയിലേക്ക് വന്നാൽ ഇന്ന് പോലീസിൻ്റെ വളരെ നിർണായകമായ ഉന്നതതല യോഗമാണ് കോഴിക്കോട് ചേരുന്നത്. DGP സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു. അദ്ദേഹം മലപ്പുറത്ത് നിന്നും MSPയുടെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞതിന് ശേഷം നേരെ കോഴിക്കോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. അദ്ദേഹം കോഴിക്കോട് ഇന്നലെ രാത്രി എത്തി. ഇന്ന് മലപ്പുറത്തേക്ക് കാലത്ത് പോകുന്നു. അതിനുശേഷം തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തും. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വൈകിട്ട് 5 മണിക്കാണ് യോഗം. യോഗത്തിൽ ഡെൽറ്റ ലെവൽ, അതായത് DYSP മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാരനോട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലബാറിൽ സംഘർഷ സാധ്യത, പ്രത്യേകിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലും അതുപോലെ മറ്റു ചില മണ്ഡലങ്ങളിലും സംഘർഷമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ യോഗത്തിലെ പ്രധാന അജണ്ട. മാത്രവുമല്ല, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും മലപ്പുറം MSP ക്യാമ്പിലെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരും. മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ പോലീസിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പരാതികൾ വ്യാപകമാകുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് സിറ്റിയിൽ ഈ ഏറ്റവും പന്തീരങ്കാവിലെ കേസ്, അതുപോലെ തന്നെ നേരത്തെ അതിരപ്പള്ളിയിൽ നമ്മുടെ റിപ്പോർട്ടർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പോലീസ് തന്നെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകുകയും അതിൽ നടപടിയുമായി. അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കാകെ അപമതിപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ചും DYSP തലത്തിലുള്ള സ്റ്റേഷൻ പരിശോധനയും പരാതികളുടെ ഹിയറിങ്ങും കൃത്യമായി നടത്തണം എന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗം മാറ്റിവെക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ സേനയിലെ ഒരു ക്ലീനിങ് പ്രോസസ്സ്, ഒരു സേനയെ ശക്തിപ്പെടുത്തുക, ഒപ്പം ക്രമീകരിക്കുക കൃത്യമായ രീതിയിലേക്ക്, അതിന് പ്രാധാന്യം നൽകുന്ന ഒരു യോഗമായിരിക്കും ഇന്ന് കോഴിക്കോട് നടക്കുക. SKN. ദീപക് തർമ്മണം, ചന്ദ്രൻ ചിറയിൽ പറയുന്നു, ടൂർ പോയ റിപ്പോർട്ടറെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക, പോളപ്പോൾ വേറെ. താങ്കൾ കാഞ്ഞ ബുദ്ധിയാണ് SKN. കാഞ്ഞ ബുദ്ധി കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. എൻ്റെ ചന്ദ്രൻ ചിറയിലെ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ എല്ലാ മാമൂലുകളെയും പറിച്ചെറിഞ്ഞൊരു TV ചാനലാണ്. നമ്മൾ കൃത്യമായൊരു കൺവെൻഷനൊന്നും പാലിക്കാറില്ല. വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി വാർത്താ ചാനലുകൾ പിന്തുടർന്ന പല കാര്യം ഓൺ എയറിലും ഇല്ല, ഓഫ് ദ എയറിലും ഇല്ല. നമ്മൾ അകത്തും പുറത്തും ചില മാമൂലുകൾ തകർത്തെറിഞ്ഞ സ്ഥാപനമാണ്. മാത്രമല്ല, നമ്മുടെ ആളുകൾ എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും പണിയായുധം കയ്യിലെടുക്കും. കാര്യം, വാർത്താ ദുരന്തന്മാരാണ് ഈ യാത്ര ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒരു അപകടത്തിൻ്റെ വാർത്തയോ എന്തെങ്കിലും സംഭവം കിട്ടിയാൽ ആ നിമിഷം 24 പ്രേക്ഷകരിൽ എത്തിക്കാൻ എല്ലാവിധമായ സന്നാഹങ്ങളുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. കുറച്ച് മുമ്പ് ആഫ്രിക്കയിലേക്ക് ഒരു പര്യടനം നടത്താൻ പോയി നമ്മുടെ സ്മിത ഹരിദാസ്. വസ്ത്രങ്ങളെക്കാളും കൂടുതൽ കൊണ്ടുപോയത് ക്യാമറയും മറ്റ് സാധനങ്ങളുമായിരുന്നു. അതേപോലെയാണിപ്പോൾ വിനീത VG ക്യാമറയും ഓഡിയോ എക്യുപ്മെൻറ്റും എല്ലാം ആയിട്ട് പോയിരിക്കുക വിയറ്റ്നാമിലേക്ക്. അപ്പോൾ അത് വേറെ ലൈനാണ് സാറേ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.